ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷം? അൽഹംദുലില്ലാ എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞങ്ങൾ ഇവിടെ നല്ല അടിപൊളിയായിട്ട് സുഖത്തിലുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ഇല്ലേ ഞാൻ മുട്ടയും പനീറും കൊണ്ടുള്ള ഒരു ഗ്രേവി ഉണ്ടാക്കിയിട്ട് നല്ല ചപ്പാത്തി കോമ്പിനേഷനുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇതൊരു മസ്റ്റ് ട്രൈ റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ഉള്ളി ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 3 തക്കാളി, ഒരു കൈപ്പിടി മല്ലിയില, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ ഒരു 10-12 കാഷ്യൂനട്ടും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ജസ്റ്റ് ആയിട്ടൊന്ന് ക്രഷ് ആക്കിയിട്ട് എടുത്തതാണ്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ അരക്കപ്പ് തൈരും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം നൈസായിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കാം. എന്നിട്ട് ഈ ഉള്ളി ഫ്രൈ ആയ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ പോവുക ഇതിനെ. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് ഗ്രേവിയുടെ ആവശ്യമുണ്ടോ അങ്ങനെ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർക്കാൻ പോവാം. ഞാൻ ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് കുറച്ചും കൂടി ഗ്രേവിയുടെ ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം മുളക് പൊടി, 1.5 ടേബിൾ സ്പൂണും മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ വലിയ ജീരകം, ഇത്രയും പൊടികൾ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഇളക്കുക. എന്നിട്ട് പിന്നെ ഞാൻ അരക്കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഗ്രേവി നോക്കുക. നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി തിക്കായിട്ട് വേണോ അങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. വെള്ളത്തിന് അളവൊന്നും ഇല്ല കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഞാൻ 200 ഗ്രാംസിൻ്റെ പനീറില്ലേ അത് എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പീസ് സ്ക്വയർ കട്ടിൽ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 6 മുട്ട എടുത്തിട്ടുണ്ട്. ഒരു മുട്ടയും ഞാൻ 5 സ്ലൈസ് ആക്കി ഇങ്ങനെ കട്ടാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഗ്രേവിയിൽ കുറച്ചും കൂടി തിക്ക് കൂടി പോയിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും ഞാൻ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം തിളച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എണ്ണയില്ലേ അത് തെളിഞ്ഞ് വരണം കേട്ടോ. ഓയിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഈ ഗ്രേവിയിൽ നിന്ന് നിൽക്കണം. അതുവരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. എന്നാൽ ഈ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവും. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. എന്നിട്ട് ഇതിലേക്ക് പനീർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പനീർ വേണമെന്നുണ്ടെങ്കിൽ ഫ്രൈ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അത് ഓപ്ഷണലാണ്. പിന്നെ പനീർ ഇട്ടതിന് ശേഷം ഒരുപാട് അങ്ങോട്ട് തിളപ്പിക്കേണ്ട. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ പൊടികളും ഉള്ളിയും ഇതൊക്കെ ഇട്ടിട്ട് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് ഇതിനെ സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കണം. എണ്ണ സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നല്ലോണം തിളപ്പിച്ചിട്ട് എടുക്കണം. അത് കഴിഞ്ഞിട്ട് മുട്ടയും കൂടി സ്ലൈസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. മുട്ട ഇട്ടതും കൊടുത്തതിന് ശേഷം ഇല്ലേ തവി കൊണ്ട് ഇതിനെ ഇളക്കി പാടില്ല. ഒരു ടവൽ കൊണ്ട് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഈ പാത്രത്തിൽ തന്നെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ കറിയിൽ മുട്ട ഇങ്ങനെ നല്ല സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കും. നല്ല ഭംഗിയായിട്ട് കാണാനും പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞത് തവി ഇട്ട് കൊടുക്കേണ്ടതാണ്. എന്നിട്ട് ഇതിപ്പോൾ ഹൈയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. ഒരു 2 മിനിറ്റോളം മാത്രം വെച്ച് കൊടുത്താൽ മതി. ഈ 2 മിനിറ്റിൻ്റെ ഇടയിൽ ഒരു 3-4 തവണ ഇങ്ങനെ പാത്രത്തിനിങ്ങനെ ചുറ്റിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം തിളച്ചതിന് ശേഷം തീ ഓഫാക്കുക. തീ ഓഫാക്കിയിട്ട് ശേഷം കുറച്ചും കൂടി മല്ലിയിലയിൽ മുറിച്ചത് അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ ഞാനൊരു പറന്നിട്ടുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കറികളൊക്കെ മൊത്തത്തിൽ അങ്ങ് ഒഴിച്ച് കൊടുക്കാൻ പോവാം. എന്നിട്ട് ചെറുതായിട്ട് ഒന്നിങ്ങനെ മല്ലിയില മുറിച്ചത് വീണ്ടും ഒന്നിട്ടിട്ട് ഗാർണിഷ് ആക്കാൻ പോവാം. അപ്പോൾ ഇത് നല്ല കോമ്പിനേഷൻ ചപ്പാത്തി കോമ്പിനേഷൻ കറിയാണ്. എന്തായാലും ഒരു മാസ്റ്റർ ട്രൈ റെസിപ്പിയും കൂടിയാണ്. ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടും കൂടി ആക്കണേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.